വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. അടിപൊളി പടം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. അഥവാ ഒരു വേർത്തി സീക്വൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അഥവാ വാഴ 1 ഒരു വേർത്തി സീക്വലാണ് വാഴ 2. അത്ര എനിക്ക് പറയാനുള്ളൂ. അഥവാ ജെനുവൻലി ലൈക്ക് എന്താ ഞാൻ ഇപ്പോൾ പറയാം, പെർഫോമൻസസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓബിയസ്ലി നമ്മുടെ ഹാഷർ ആൻഡ് ഗാങ്ങിൻ്റെ ലീഡ് റോളിലുള്ള ഡെബ്യൂ പടമാണ്. അതുപോലെ നമ്മുടെ കുഡൂസ് മീഡിയ പടത്തിലുണ്ട്. ആൻഡ് ഐ തിങ്ക് അണ്ണൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, സാബി എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ പറയുന്ന ആൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അണ്ണൻ ഈ പടത്തിലുണ്ട്. ഇവരൊക്കെ വെറും ഇൻസ്റ്റഗ്രാം റീലോളികളല്ല, വെറുതെ യൂട്യൂബിൽ ഷോർട്സ് ഇടുന്ന ആൾക്കാരല്ല. ഞങ്ങളൊക്കെ ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന പെർഫോമേഴ്സ് ആണെന്നുള്ള കാര്യം എന്തായാലും ഈ സിനിമയിലൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഹാഷർ ആൻഡ് ഗാങ്, ഐ തിങ്ക് മെയിൻ ക്വസ്റ്റ്യൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇവർ എങ്ങനെയാണ് ഹാഷർ ആൻഡ് ഗാങ്ങിനെ ഇമോഷണൽ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഐ തിങ്ക് ഫോർ അസ് ഭൂരിഭാഗം ആൾക്കാർക്കും അവരെ കണ്ടാൽ തന്നെ ചിരി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ബട്ട് ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഈ പടത്തിൽ ഹാഷിർ ആൻഡ് ഗ്യാങ് നിങ്ങളെ കുറേ കരയിപ്പിക്കും. എന്നെ കുറേ കരയിപ്പിച്ചു എന്തായാലും. ആൻഡ് ദേ ഹാവ് ഡൺ ആൻ അബ്സല്യൂട്ട്ലി ഫിനോമിനൽ ജോബ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അജിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഹാഷിർ ഗാങ്ങിൻ്റെ തന്നെ ആളിൻ്റെ ഏട്ടനെ വരുന്ന ആളൊക്കെ സൂപ്പറായിരുന്നു. അതുപോലെ നമ്മുടെ സുധീഷ് ഏട്ടൻ, ബിജുക്കുട്ടൻ ഏട്ടൻ, അതുപോലെ നമ്മുടെ വിജയ് ബാബു സർ, അതുപോലെ നമ്മുടെ അജു വർഗീസ്, ഇവരൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അതിൽ എടുത്തു പറയേണ്ട വേറൊരാളാണ് നമ്മുടെ അൽഫോൺസ് പുത്രൻ. എൻ്റെ പൊന്നാളിയ വെറും 10-15 മിനിറ്റത്തേക്ക് സിനിമയുള്ളൂ, പക്ഷെ വന്ന് ഡയലോഗിൻ്റെ മുകളിൽ ഡയലോഗ്, പഞ്ചോട് പഞ്ച്, അമ്മാതിരി ലെവൽ കിട്ടില്ലൻ റോളായിരുന്നു. അത് ആൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തത്. തിയേറ്ററിൽ നല്ല റോളായിരുന്നു ആളിൻ്റെ സീൻസിലൊക്കെ. അതൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. അങ്ങനെ മൊത്തത്തിൽ എല്ലാ നടീനടന്മാരും ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ ടെക്നിക്കലി ഈ പടത്തിന് എന്താണോ ആവശ്യം അത് ഈ പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും മാക്സിമം ഔട്ട്പുട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വിഷ്വൽ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, നമ്മുടെ പാട്ടുകളായിക്കോട്ടെ, എല്ലാം കിടിലനായിരുന്നു. അതിൽ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നുകൊണ്ടുള്ളൊരു പാട്ടൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. സത്യം പറയാതെ വെറുതെ കേട്ടപ്പോൾ ഇതെന്ത് ശോകം പാട്ടാണെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ പടത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് കണ്ടപ്പോൾ ആക്ച്വലി കുറച്ച് രസകരമായിട്ടുള്ള ഒരു പാട്ടായിട്ട് എനിക്കത് ഫീൽ ചെയ്ത്. ആൻഡ് മൊത്തത്തിൽ ഒരു കിടിലം പടം. അതോ കുറേ ഗംഭീര മൊമെന്റ്സ് ഉള്ള ഒരു പടമാണ് കേട്ടോ. അതോ കുറേ ചിരിക്കാനുണ്ട്, കുറേ കരയാനുണ്ട്, കുറേ രോമാഞ്ചടിപ്പിച്ച സീൻസ് ഉണ്ട്, കുറേ തിയേറ്ററിൽ ഓളം സൃഷ്ടിച്ച സീനുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പക്ക പാക്കേജ് പടം. അഥവാ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം പോയിരുന്നു കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിൻ്റെ ഒപ്പം പോയി കാണാം. ബിക്കോസ് ഫാമിലി എലമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്, പിള്ളേർ സെറ്റ് എലമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് ഫീൽ ചെയ്തത്. ഇനി ഈ പടത്തിൽ നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഡ്യൂറേഷനാണ്. എനിക്കതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തന്നെ ഫീൽ ചെയ്ത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മിഡിൽ പോർഷനൊക്കെ എത്തിയപ്പോൾ 2.25 മണിക്കൂറുണ്ട്. ഫോർ മീ 2.25 മണിക്കൂർ ആവേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഹാഫിൻ്റെ മിഡിൽ പോർഷനൊക്കെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ആ ലെങ്ത് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം പടം കുറച്ച് സ്ലോ ആവേണ്ട അവിടെ. സ്ലോ ആയതല്ല എനിക്ക് പ്രശ്നം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കുറേ സീൻസൊക്കെ ആക്ച്വലി കട്ട് ചെയ്ത് കളയായിരുന്നു, കുറേ സീൻസൊക്കെ കട്ട് ഷോർട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു 2.5 മണിക്കൂറിൽ ഒതുക്കിയതായിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ പടത്തിൻ്റെ കഥയ്ക്ക് അനുസരിച്ച് ഒരു 2.25 മണിക്കൂറിൽ തീർക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട്. ബട്ട് 2.5 മണിക്കൂറിൽ ഒതുക്കിയതാണെങ്കിൽ ആ ഒരു ലെങ്ത് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമാവില്ല. ബട്ട് അഗൈൻ അത് പറയുമ്പോൾ ഞാൻ ബോറടിച്ച് ചത്തു എന്നല്ല, ആ സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു ലെങ്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട്. ആൻഡ് ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ബട്ട് പേഴ്സണലി ഫോർ മീ ഐ പ്രിഫർ വാഴ 1 ഓവർ വാഴ 2. ഐ നോ ഇത് ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ചിലപ്പോൾ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആവാൻ വരെ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഈ പടം ഞാൻ ആക്ച്വലി എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊപ്പം പോയി കണ്ടത്. അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട് ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും ആക്ച്വലി വാഴ 2 ആണ് വാഴ 1-നെക്കാട്ടിലും ഇഷ്ടമായത്. ബട്ട് ഫോർ മീ വാഴ 1 എന്താണെന്നറിയില്ല, ദർ വാസ് സംതിങ് സ്പെഷ്യൽ വിത്ത് ദാറ്റ് മൂവി. ഞാൻ വൻ പ്രതീക്ഷകളോടൊന്നും ആയിരുന്നില്ല ആ പടം കാണാൻ പോയത്. ബട്ട് ആ ഒരു പടം എന്നെ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ചെയ്തു. വളരെ സിമ്പിൾ മൂവിയായിരുന്നു അത്, ബട്ട് വളരെയധികം ഇമ്പാക്ട് ചെയ്തൊരു സിനിമയായിരുന്നു. വളരെ ഒരു സിമ്പിൾ ബട്ട് എഫക്റ്റീവ് മൂവിൻ്റെ ഒരു വൺ ഓഫ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയാണ് വാഴ 1. അഥവാ ആ പടത്തിൽ കാണിച്ച കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അഥവാ ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇത് ഞാനാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് എന്ന് എനിക്ക് അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് റിലേറ്റബിൾ ഫീൽ ചെയ്തത് ആ ഒരു പടത്തിലായിരുന്നു. ഈ പടത്തിലും അങ്ങനത്തെ കുറച്ച് റിലേറ്റബിൾ എലമെന്റ്സ് ഉണ്ട്. ബട്ട് ആ ഒരു ലെവൽ ഓഫ് സാധനം ഉണ്ടല്ലോ, അഥവാ ദിസ് ഈസ് ലിറ്ററലി മീ, ദിസ് ഈസ് ലിറ്ററലി മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഈ പടത്തിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ ഫീൽ ചെയ്തില്ല. അതുപോലെ വാഴ 1-ന്റെ ഒരു ഇമോഷണൽ കോർ എന്ന് പറയുന്ന ആ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്സ് ആണല്ലോ, അതെനിക്ക് ശരിക്കും മനസ്സിൽ തട്ടിയതായിരുന്നു. ഈ ഒരു പടത്തിൽ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ ബിജുക്കുട്ടനും വിനായക് എന്ന് പറയുന്ന അവർ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിൻ്റെയും
അത് എനിക്ക് നന്നായി ഫീൽ ചെയ്തു മാൻ. എസ്പെഷ്യലി ഒരു സീനൊക്കെ ഉണ്ട്, നമ്മുടെ കുട്ടി വിനായക് ബിജുകുട്ടൻ ഏട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോന്നിട്ട് കരഞ്ഞുകൊണ്ട് അത് അവിടെ ഞാൻ കൺട്രോൾ വിട്ട് കരയാൻ തുടങ്ങി മാൻ. ലൈക്ക് ഐ കുഡ് നോട്ട് ഹോൾഡ് മൈ സെൽഫ് ഇൻ ദാറ്റ് സീൻ. ബട്ട് ഈ പടത്തിൽ മെജോറിറ്റിയും ഒരു ഇമോഷണൽ കോർ എന്ന് പറയുന്നത് ആക്ച്വലി സിബ്ലിംഗ് റിലേഷൻഷിപ്സിനെ വെച്ചിട്ടാണ്. ആൻഡ് ആസ് ആൻ ഒറ്റമകൻ മൈസെൽഫ് എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് റിലേറ്റബിൾ ആയില്ല. ബിക്കോസ് അഗൈൻ ഐ ഡോണ്ട് ഹാവ് എനി സിബ്ലിങ്സ്. ബട്ട് ഐ തിങ്ക് സിബ്ലിങ്സ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ലവിങ് സിബ്ലിങ്സ് ഉള്ള ഒരാൾക്ക് ഈ പടം ഇമോഷണലി അതിഗംഭീരമായിട്ട് വർക്കാവാൻ എല്ലാവിധ സാധ്യതകളുണ്ട്. ആൻഡ് ഈവൻ ഫോർ മീ, ഐ ഡു നോട്ട് ഹാവ് എനി സിബ്ലിങ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പരിധി വരെ എനിക്ക് അതൊക്കെ വർക്കായി. ബിക്കോസ് നമുക്ക് ആ ക്യാരക്ടേഴ്സ് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യം ഇതില്ല, മനസ്സിലായല്ലോ. ബട്ട് അഗൈൻ ഐ തിങ്ക് ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ പ്ലസ് ആ ഒരു ഡ്യൂറേഷൻ്റെ ആ ഒരു ഇത് കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് വാഴ 1 ഞാൻ വാഴ 2 നിന്നും പ്രിഫർ ചെയ്യുന്നത്. ബട്ട് അതർ ദൻ ദാറ്റ് മാൻ, വാഴ 2 ഇസ് എ കിഡിലൻ ഓവറോൾ പാക്കേജ് ഫീൽ ഗുഡ് എന്റർടൈനർ പടം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോടൊപ്പോ അല്ലെങ്കിൽ ഫാമിലിനോടൊപ്പം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. നിങ്ങൾ എന്തായാലും സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. I will see you guys in next video. Bye bye.